സ്മൈൽ വിത്ത് ജോ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ 3 ഈസി ലഞ്ച് റെസിപ്പീസ് ആണ്. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല അടുത്തിരിക്കുന്ന ബെൽ ഐക്കൺ കൂടി അമർത്തിയാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ആദ്യത്തെ ലഞ്ച് ബോക്സ് റെസിപ്പി ടൊമാറ്റോ റൈസ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ടൊമാറ്റോ ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ എരിവ് കുറവായതുകൊണ്ട് ഒരു 7 പച്ചമുളക്, പിന്നെ ഒരു പിടി ചെറുള്ളി, 8 വെളുത്തുള്ളി, പിന്നെ കുറച്ച് കരിവേപ്പില, അതായത് ഒരു പിടി കരിവേപ്പില, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ തക്കോലം ഒരു ചെറിയ 4 തുണ്ട് പട്ടയൊടി ഞാൻ എടുക്കുന്നുണ്ട്, 2 ഗ്രാമ്പു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ഇനി കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. പാന് ചൂടായ ശേഷം നമ്മൾ നെയ്യ് ഒഴിച്ചെടുക്കുകയാണ്. നെയ്യ് ഒന്ന് മെൽട്ടായ ശേഷം ഇനി ഇതിലേക്ക് 4 ചെറിയ തുണ്ട് പട്ട, ഒരു തക്കോലം, 2 ഗ്രാമ്പു ഇതെല്ലാം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നെയ്യിൽ കിടന്ന് ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഒന്ന് നന്നായിട്ടൊരു മൂത്തുന്ന സ്മെല്ല് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറുള്ളി ചതച്ച് വെച്ചതാണ്. അതിൻ്റെ കൂടെ നമ്മൾ വെളുത്തുള്ളി കൂടി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ്. അത് നടുവേ കീറിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം കുട്ടികൾക്ക് ചിലപ്പോൾ പച്ചമുളക് കടിക്കാനായിട്ട് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ സമയത്ത് അവർ എടുത്ത് മാറ്റി കഴിക്കാനുള്ള പാകത്തിന് നമ്മൾ നടുവേ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് പച്ചമുളക് വേവിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ എരിവ് അങ്ങനെയൊന്നും അറിയില്ല. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മിക്സിയിൽ ഈ ടൊമാറ്റോസ് എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇനി പച്ചമുളക്, ചെറുള്ളി, വെളുത്തുള്ളി അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു പച്ചമണം മാറിയ ശേഷം ഇപ്പോൾ പച്ചമുളകും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ചതച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 10 മിനിറ്റ് ഈ ടൊമാറ്റോ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഈ പൗഡേഴ്സ് എല്ലാം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് എത്രയാണോ ആവശ്യം ആ റൈസ് എടുത്തിരിക്കുന്നതനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന ചോറ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ചോറ് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചോറ് ഒട്ടും ഒട്ടിപ്പോവരുത്. ഇങ്ങനെ ഒരു വിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിത്താഴിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടൊമാറ്റോ റൈസ്. ഇത് ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഈ ടൊമാറ്റോ റൈസ് പെട്ടെന്ന് നമുക്ക് ബിരിയാണി എന്ന് പറഞ്ഞിട്ടും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. കാരണം ഏതാണ്ട് ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് ഈ ഒരു ടൊമാറ്റോ റൈസിനും കിട്ടും. ഇതിനൊരു കോമ്പിനേഷനായിട്ട് സലാഡ് അല്ലെങ്കിൽ പൊട്ടാറ്റോ ഫ്രൈ അങ്ങനെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടി ഒന്ന് ഇഷ്ടമാവും. ഇനി നമ്മുടെ രണ്ടാമത്തെ ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ലെമൺ റൈസ്. ഇതിനായിട്ട് പാൻ ഒന്ന് ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ വറ്റൽമുളക് ഒരു 2 എണ്ണം പൊട്ടിച്ച് ഇട്ട് കൊടുത്തു. ഇനി അതും ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം കരിവേപ്പിലയും അതേപോലെ കടലപ്പരിപ്പ്, ഉഴുന്ന് അതെല്ലാം വളരെ കുറച്ച് ഇപ്പോൾ എത്രയാണോ നിങ്ങൾക്കിഷ്ടം അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് നിലക്കടല കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഓപ്ഷനിലാണ്, പക്ഷേ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുട്ടികൾക്ക് ഹെൽത്തിന് വളരെ നല്ലതാണ്. ഇനി നമുക്ക് പച്ചമുളക് ഒരു 6 എണ്ണം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഒട്ടും എരിവില്ല, കുറച്ച് എരിവേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു 6 എണ്ണം എല്ലാം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എണ്ണയിൽ നന്നായി വഴറ്റിയെടുക്കുന്ന നേരം ഇതങ്ങനെ എരിവ് ഒട്ടും തന്നെ ഉണ്ടാവില്ല. പിന്നെ ഇഞ്ചി ഒരു ചെറിയ തുണ്ട് പൊടിയായിട്ട് അരിഞ്ഞതുകൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് വഴണ്ട ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം.
എന്നിട്ട് ചൂടാറിയ ശേഷം വേണം നമ്മൾ നാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാനായിട്ട്. ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു 3 നാരങ്ങയാണ്. നമ്മൾ റൈസ് എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് നാരങ്ങ എടുത്ത് കൊടുക്കുക. കാരണം കുറേ റൈസ് ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ടുള്ള നാരങ്ങ എടുത്ത് കൊടുക്കുമ്പോഴേ ആ പുളിപ്പ് അതിൽ കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും നമ്മൾ ആവശ്യത്തിനനുസരിച്ച് റൈസ് എത്രയാണോ ക്വാണ്ടിറ്റി എടുക്കുന്നത് അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്ത ശേഷമാണ് ഞാൻ ചോറ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം എനിക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, സോറി. ഇനി ഇതിന് കോമ്പിനേഷനായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പൊട്ടറ്റോ ഫ്രൈ ആണ്. അപ്പോൾ നമ്മുടെ അങ്ങനെ ലെമൺ റൈസും റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് 3ാമത്തെ ദിവസത്തേക്കുള്ള ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ഗാർലിക് ചില്ലി റൈസ്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു 9 വെളുത്തുള്ളിയും 3 വറ്റൽമുളകുമാണ്. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പത്തേക്ക് പാൻ വെച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുകെല്ലാം ഒന്ന് പൊട്ടിയ ശേഷം കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം. കുറച്ചെന്ന് വെച്ചാൽ ഒരു 1/4 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. ഇനി അതെല്ലാം ഒരു ചെറിയൊരു ബ്രൗൺ കളർ വന്ന ശേഷം നമുക്ക് നിലക്കടല ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ വറ്റൽമുളകും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. വെളുത്തുള്ളി മൂപ്പിച്ചെടുക്കുന്ന നേരം പാനിലേക്ക് കുറച്ചൊന്ന് പിടിച്ച പോലെയാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് എണ്ണ കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 സവോള നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇതുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇതിലേക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് വരട്ടെ. അതിനായിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് കഴിഞ്ഞ ശേഷം ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൗഡേഴ്സ് എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, ഈ 2 മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ പൗഡേഴ്സൊക്കെ ഒന്ന് മൂത്ത് വന്ന ശേഷം നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് 2 സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതുകൂടി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് എത്രയാണോ നമുക്ക് ഇതിന് ആവശ്യമുള്ള ഉപ്പ് വേണ്ടത് അതുകൂടി ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുവാണ്. അവസാനം റെഡിയായ ശേഷം കുറച്ച് മല്ലിത്താഴ കൂടി ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഗാർലിക് ചില്ലി റൈസ് റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് പൊട്ടാറ്റോ ഫ്രൈ അല്ല സലാഡ് അതൊക്കെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.